ഇപ്പോഴൊക്കെ റൈറ്റർ ഡയറക്ടർ ക്രിസ്റ്റോ ടോമി നെറ്റ്ഫ്ലിക്സിൻ്റെ കറിയൻ സൈനൈഡ് എന്ന് പറയുന്ന സീരീസ് അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി, അതാണ് ക്രിസ്റ്റോ ടോമി ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പോയിട്ടുള്ള വർക്കും ആ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെൻ്ററി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ, ഈ സിനിമ ശ്രദ്ധിക്കാനുണ്ടായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് റീസൺ എന്ന് പറയുന്നത് ഉർവശി വന്നിട്ട് അങ്ങനെ ഒരു ഹാർഡ് കോർ സീരിയസ് ക്യാരക്ടേഴ്സ് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളിക്കാരി ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. വൈഡ് വെറൈറ്റി ഓഫ് റോൾസ്, ഇപ്പോൾ കോമഡി ആയി കഴിഞ്ഞാലും സെൻറ്റിമെൻ്റൽ ആയി കഴിഞ്ഞാലും ഏത് രീതിയിലേക്കും പോകാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ഒരുപാട് കാലത്തിന് ശേഷം അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് തോന്നി. അതല്ലാതെ പാർവതി തിരുവോത്ത് സെലക്ഷൻ കാരണവും നമ്മൾ എടുക്കുന്ന സബ്ജക്ട്സിൻ്റെ കണ്ടന്റ് കാരണവും ലൈക്ക് പാർവതി തിരുവോത്തിൻ്റെ സിനിമകൾ കാണാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. സോ ഈ 3 പേര്, അതിനോടൊപ്പം സുഷിൻ ശ്യാം വന്നിട്ട് ഒരു സിനിമയിലേക്ക് ബോർഡാവുക മീൻസ് പുള്ളിക്കാരനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ഉണ്ടെങ്കിലാണ് ബോർഡാവുക എന്നാണ് എനിക്ക് പേഴ്സണലി ഇപ്പോൾ റീസെൻ്റ്ലി സുഷിൻ ശ്യാമിൻ്റെ എല്ലാ വർക്കുകളും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ ഈ 4 ഫാക്ടേഴ്സാണ് ഉള്ളൊഴുക്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന പ്രധാനപ്പെട്ട 4 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ ബേസ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പാർവതി പറയുന്നുണ്ടായിരുന്നു 2018 മുതൽ ക്രിസ്റ്റോ ടോമി ഈ സിനിമ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. പലതരത്തിലുള്ള പല ഇഷ്യൂസ് കാരണം, കോവിഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഡേറ്റ്സിൻ്റെ ഇഷ്യൂ, പിന്നെ പാർവതി വന്നിട്ട് പ്രിപ്പയർ ആവാത്തതിൻ്റെ ഇഷ്യൂ, അങ്ങനെ പല ഇഷ്യൂസ് കാരണം ഇത് മുമ്പോട്ടേക്ക് പോയി ഇപ്പോൾ 2024 വന്നത്. അപ്പോൾ ഒരാൾ ഒരു സിനിമയുടെ പുറകിൽ അത്രയും ഇൻവെസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന ഈ ഫസ്റ്റ് സിനിമ ഇതായിരിക്കണം എന്ന് ഒരാൾ തീരുമാനിക്കുമല്ലോ. അത് വന്നിട്ടെന്ന് വെച്ചാൽ ഈ സിനിമ തന്നെ എടുക്കണം എന്നാൽ വേറെ ഒന്നും എടുക്കാതെ ഈ സിനിമ തന്നെ എടുക്കണം തീരുമാനിക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ഇങ്ങനെ ഒരാൾക്ക് വന്നിട്ട് ഒരു പ്രോഡക്റ്റിനെ കൊണ്ട് അത്രയും വിശ്വാസവും കാര്യങ്ങളൊക്കെ വരുന്നത്. സിനിമയിലേക്ക് ആദ്യം നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആ സിനിമയുടെ പ്ലേസിംഗ് ആണ്. കാരണം ഞാൻ ഇന്നലെ നൈറ്റ് ഷോ ആണ് കണ്ടിട്ടുള്ളത്. ഇതൊരു ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശത്ത് നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അവിടെ ആ ഒരു താഴ്ന്ന പ്രദേശത്ത് മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു സംഭവം അത് അതിഗംഭീരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ്റ്റോ ടോമിക്ക് പറ്റിയിട്ടുണ്ട്. ക്രിസ്റ്റോ ടോമിയുടെ കൂടെ തന്നെ ഇതിൻ്റെ ആർട്ട് വർക്ക് ആയിരിക്കണം അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആർട്ട് ഡയറക്ഷൻ ആരാണെന്ന് ഞാൻ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എന്നോട് അറിയില്ല. ആർട്ട് ഡയറക്ഷൻ ഗംഭീരമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ, സെറ്റ് വർക്ക് വന്നിട്ട് ലിമിറ്റഡ് ആയിരിക്കും, എനിക്കറിയത്തില്ല, കാരണം അങ്ങനെയൊന്നും നമുക്ക് തോന്നുന്നില്ല. സെറ്റ് വർക്ക് ലിമിറ്റഡ് ആയിരിക്കും, പക്ഷെങ്കിൽ പല സ്ഥലങ്ങളിലും ഒറിജിനൽ അത് ആ സമയത്ത് ആ കാലഘട്ടത്തിലേക്ക് വെയിറ്റ് ചെയ്തിട്ട് എടുത്തതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു വെയിറ്റിംഗ് ടൈമും അത് പുള്ളിക്കാരന് അതെങ്ങനെ വേണോ അത് ആ രീതിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചെറിയ സിനിമ എന്നാൽ എല്ലാവരിലേക്കും അങ്ങനെ എത്താൻ സാധ്യതയില്ലാത്തൊരു സിനിമയ്ക്ക് വേണ്ടി അത്രയും ഒരാൾ എഫേർട്ട് ഇടുന്ന സമയത്ത് അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായി. സുഷിൻ ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് വരുന്ന സമയത്തേക്ക് വളരെ നന്നായിട്ട് ആ സിനിമയുടെ മൂഡിനോട് ചേർത്തിട്ട്, സുഷിൻ ശ്യാം ഇപ്പോൾ മഞ്ഞുമലൊക്കെ ചെയ്തതാണല്ലോ, അപ്പോൾ ആ ഒരു സിനിമയുടെ മൂഡിനോട് ചേർത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സുഷിൻ ശ്യാമും മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അതും വളരെ ഗംഭീരമായിട്ട് ഫീൽ ചെയ്തു. ഇതിനകത്ത് ആക്ച്വലി ഇതിനകത്തൊരു മഴ എന്ന് പറയുന്നൊരു ഫാക്ടർ ഭയങ്കരമായിട്ടൊരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. മഴയും ആ വെള്ളവും വന്നിട്ട് ഭയങ്കര ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അത് പ്രേക്ഷകന് ഫീൽ ചെയ്യാൻ പറ്റുന്നിടത്താണ് പ്രോപ്പറായിട്ട് ഈ സിനിമയുടെ ഒരു ക്രക്സ് നമുക്ക് കിട്ടുന്നത്. അത് നന്നായിട്ട് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ്റ്റോ ടോമി ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ഉർവശി സ്റ്റാൻഡ് ഔട്ട്, കാരണം അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരെക്കാട്ടും സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ഉർവശിയുടെ ക്യാരക്ടറിനെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇമോഷൻസും അതുപോലെ തന്നെ പുള്ളിക്കാരുടെ മുഖത്തുണ്ടാവുന്ന ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. ചില രീതിയിൽ ഒരു പകുതി ചിരിച്ച് ഒരു 45% ഇരിക്കുക, ഒരു 30% ഇരിക്കുക, അതിനുശേഷം ഇമോട്ട് ചെയ്യുക. അത് എക്സെപ്ഷണലി ഞാൻ പറഞ്ഞില്ല, അത് വന്നിട്ട് പ്രിപ്പറേഷനൊന്നും അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, എനിക്ക് തോന്നുന്നു. കാരണം അത് സ്പോണ്ടേനിയസ് ആയിട്ട് പുള്ളിക്കാരിയുള്ള ബോൺ ആക്ട്രസ് ആണെന്ന് തോന്നുന്നുണ്ട്. പാർവതി തിരുവോത്ത് ഓൺ ദ അതർ സൈഡ് എന്ന് പറയുന്നത് പുള്ളിക്കാരിയുടെ ഒരു സേഫസ്റ്റ് സോണിൽ ഉള്ള പോലെ പുള്ളിക്കാരി ആ ക്യാരക്ടറിനെ മനസ്സിലാക്കി, പുള്ളിക്കാരി എപ്പോഴും പറയുന്ന പോലെ തന്നെ പുള്ളിക്കാരി ആ ക്യാരക്ടറിനെ മനസ്സിലാക്കി അതിനെ സ്റ്റഡി ചെയ്ത് അതെങ്ങനെയായിരിക്കും ചിന്തിക്കുന്ന ആ രീതിയിലുള്ളൊരു ന്യൂജൻ അപ്രോച്ചിലേക്ക് കൂടിയാണ് പുള്ളിക്കാരി വന്നത്. എന്നാലും പാർവതി ചെയ്യുന്ന ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ പാർവതിക്ക് പുതുമ ഉള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് എനിക്കതിൽ അറിയില്ല. പക്ഷെ പാർവതി ആസ് എ പെർഫോമർ ഷീ ഓൾവേസ് അമേസസ് അസ്. പക്ഷെ പുള്ളിക്കാരി വേറെ ടൈപ്പിലുള്ള സിനിമകളാണ് ശരിക്കും ചെയ്യുന്നത്. കാരണം എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാരണം പുള്ളിക്കാരി ഇങ്ങനത്തെ സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ വൈറസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സട്ടിലായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാവില്ല, ഒരു നിഗൂഢത നിറഞ്ഞ ക്യാരക്ടർ എന്ന് പറയുന്ന പരിപാടി
പുള്ളിക്കാരി വന്നിട്ട് പല സിനിമയിലും ഐ മീൻ ഫ്രണ്ടും ബാക്കും ആയിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ പുള്ളിക്കാരിക്ക് വന്നിട്ടെന്ന് വെച്ചാൽ ഇതൊരു ക്യാരക്ടറിനെ ഐഡന്റിഫൈ ചെയ്യുക, ആ ക്യാരക്ടറിനെ പ്ലേ ചെയ്യുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ആണെന്ന് തോന്നി. എന്നാൽ പോലും പുള്ളിക്കാരിയുടെ റോള് വളരെ ഗംഭീരമായിട്ട് ചെയ്തതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും പുറമെ ഇവിടെ അർജുൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. അതുപോലെ തന്നെ വന്നിട്ട് പ്രശാന്ത് മുരളി ഇതിനകത്ത് പാർവതിയുടെ ഹസ്ബൻഡായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അലൻസിയർ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു സിനിമയും ഒരാളുടെ ഡീപ്പർ ഇന്നർ ഫീലിങ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളിനെ ബേസ് ചെയ്തിട്ടുള്ള ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ഡ്രാമ. അതാണ് ആക്ച്വലി ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത്. ഹാർഡ് കോർ ഡ്രാമ എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം, എല്ലാവർക്കും വർക്കാവുന്ന ഒരു സിനിമയായിട്ട് ഞാൻ ഇതിനെ പറയില്ല. കാരണം ഇതിനൊരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. സിനിമ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഡിസ്റ്റർബ് ചെയ്യുന്ന സിനിമയാണ്. നമുക്ക് ഒരു തരത്തിലും വന്നിട്ട് നമുക്കൊരു ഒരു മരിച്ച ആളുടെ വീട്ടിൽ പോയ ഒരു അവസ്ഥയുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഫീലാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അത് കാണുന്ന ആൾക്കാരും ഉണ്ടാവും, അത് പ്രിഫർ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ വൈഡ് വെറൈറ്റി ഓഫ് ഓഡിയൻസിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയില്ലാത്ത സിനിമയാണ്. പക്ഷെ എന്നാൽ പോലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടർ പോർട്രയൽസ് നടന്നിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഡിപ്പെൻസ് ആണ് ആക്ച്വലി. ഇങ്ങനത്തെ സിനിമ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് മൂഡിൽ പോകുന്നു, നമ്മൾ ആ സിനിമ കൺസീവ് ചെയ്യാൻ റെഡി ആണോ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ സിനിമ പ്രിഫർ ചെയ്യേണ്ടതാണ്. എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ വന്നിട്ട് എല്ലാവർക്കും ഉള്ള ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസും ഉർവശിയും അതുപോലെ തന്നെ പാർവതിയുടെ മത്സരിച്ചിട്ടുള്ള ഒരു അഭിനയമൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ക്രിസ്റ്റോ ടോമിനെ സംബന്ധിച്ചിടത്തോളം താൻ എഴുതിയിട്ടുള്ള ആ സിനിമ ഇത്രയും അതിൻ്റെ പുറകെ നടന്ന് ഈ ലെവലിലോട്ട് എത്തിച്ച് ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കാണിച്ച ഗട്ട്സും നമ്മൾ, കാരണം വേറെ എന്ത് വേണ്ടിയില്ല, ആ 6 വർഷത്തിൽ എന്തൊക്കെ സംഭവിച്ചു കാര്യം നമ്മുടെ ലൈഫിൽ. സോ അത് വളരെ ഗംഭീരമായിട്ട് തോന്നി. ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സിൽ പറയത്തക്ക ക്യാരക്ടേഴ്സില്ല. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഷെഹനാദ് ജലാലാണ്. വളരെ ഗംഭീരമായിട്ടുള്ള സിനിമ. കാരണം വെള്ളം, ആ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ടൈറ്റിൽ നമുക്ക് അത്രയും ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ഇതിൻ്റെ വിഷ്വൽസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഷെഹനാദിന് പറ്റിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഏരിയൽ വ്യൂ ആയി കഴിഞ്ഞാലും ആ വെള്ളത്തിൻ്റെ ഒരു ഭീകരതയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതും ആൾക്കാർ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നതൊക്കെ കാണിക്കുന്നതൊക്കെ വളരെ ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ട്. എഡിറ്റിംഗ്, ഇതൊരു കൈൻഡ് ഓഫ് സ്ലോ പേസ്ഡ് മൂവിയാണ്. സോ എഡിറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി എഡിറ്റർ കൺസീവ് ചെയ്യേണ്ടത് ഒരുപാട് കട്ട്സും കാര്യങ്ങളും വെക്കാൻ പാടില്ല, അത്രയും സ്ലോ പേസ്ഡ് ആയിട്ടുള്ള മൂവിയാണ്. അത് പുള്ളിക്കാരൻ്റെ കിരൺ ദാസ് പുള്ളിക്കാരൻ്റെ ഒരു വർക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ ഉള്ളൊഴുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു എന്താ പറയുക മസ്റ്റ് ട്രൈ എന്നൊക്കെ പറയുന്ന രീതിയിലല്ല. ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടമുള്ളതും ഇങ്ങനത്തെ സിനിമ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. പക്ഷേ പാർവതിയുടെയും അതുപോലെ തന്നെ ഉർവശിയുടെയും ശക്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി ഉള്ളൊഴുക്ക് എനിക്ക് ഫീൽ ചെയ്തത്. ഡു വാച്ച് ഉള്ളൊഴുക്ക് ഇൻ തിയേറ്റേഴ്സ്.